ക്രിസ്തുവിൻ്റെ സ്വത്വം എന്നതാണ് നോമ്പിൻ്റെ 4-ാം ദിനത്തിലെ ചിന്ത. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്തെത്തുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? തങ്ങളുടെ കേട്ടറിവുകളാണ് ശിഷ്യന്മാർ ഇതിന് മറുപടിയായി നൽകുന്നത്. എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് യേശു ചോദിക്കുന്നു. ശിമോൻ പത്രോസ് അതിന് മറുപടി നൽകുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. പത്രോസിൻ്റെ ഒരു വിശ്വാസ പ്രഖ്യാപനം കൂടിയാണിത്. യേശു അതിനെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കൂടെ നടക്കുന്നവനെ തിരിച്ചറിയാൻ കഴിയുന്നവരാണോ നമ്മൾ? ഒരുപക്ഷെ അത് നമ്മുടെ ജീവിത പങ്കാളിയോ കുടുംബാംഗങ്ങളോ സുഹൃത്ത് സംഘമോ ആയേക്കാം. ഇവിടെ ശിഷ്യന്മാരുടെ അപജയം മനസ്സിലാക്കിക്കൊണ്ടാണ് യേശുക്രിസ്തു ഈ ചോദ്യം അവരോട് ഉന്നയിക്കുന്നത്. എന്നാൽ പത്രോസ് ഇവിടെ വ്യത്യസ്തനാകുന്നു. കാരണം ക്രിസ്തുവിനോട് ഉള്ള ആത്മബന്ധം അവൻ സൂക്ഷിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു മറുപടി പറയാൻ അവന് സാധിച്ചത്. ആത്മബന്ധം അറിവിലേക്കും അറിവ് സമർപ്പണത്തിലേക്കും നയിക്കുന്നതായി ഇവിടെ കാണാം. നാം വിശ്വസിക്കുന്ന കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവിനെ സ്വീകരിച്ച് എപ്രകാരമാണ് നാം അവനെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്? യേശു ആരാണ്? യേശു എനിക്ക് ആരാണ്? നമ്മോട് കൂടെ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രകാശിതരായി ജീവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ.